بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വഹാബികൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണങ്ങളും അവതരണങ്ങളും കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സ് ദുനിയവിയായ താൽക്കാലിക ചിന്തകളിൽ നിന്നും അനശ്വരമായ ആഖിറത്തിലേക്ക് ലയിക്കുന്ന നിത്യ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയിരിക്കെ മഹാന്മാരായ സ്വഹാബികളിലെ പ്രമുഖനായ ഹൻളല റളിയല്ലാഹു അൻഹു, മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു വല്ലാതെ ഭയന്ന് കരഞ്ഞു പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം. നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നു, മഹാനായ അബൂ ഉസ്മാൻ നഹ്ദി റളിയല്ലാഹു അൻഹു ഹൻളല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുകയാണ്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയിന്റെ ആരവങ്ങളെ കാതോർത്ത് അവിടുന്ന് പറയുന്ന വഹയിന്റെ വചനങ്ങളെ എഴുതുന്ന വളരെ പ്രധാനികളായ സ്വഹാബികളുണ്ട് മഹാന്മാരായ സ്വഹാബത്തിൽ. ആ കൂട്ടത്തിൽ വഹയി എഴുതാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുള്ള വലിയ സ്ഥാനവും പദവിയുമുള്ള സൂക്ഷ്മതയുള്ള സ്വഹാബികളിൽ അഖിലം എല്ലാവരും ആദരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഹൻളലത്തുൽ അസദി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ ഹൻളലത്തുൽ ഉസൈദി എന്ന മഹാനായ സ്വഹാബി. മഹാനവറുകൾ ഒരിക്കൽ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വഴിയോരത്ത് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻളല റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, കൈഫ അൻത യാ ഹൻളല, ഹൻളല എന്തൊക്കെയാ വിശേഷങ്ങൾ റളിയല്ലാഹു അൻഹു. മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ നേരം പറഞ്ഞു, നാഫഖ ഹൻളല, നാഫഖ ഹൻളല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയി എഴുത്തുകാരനായ ഈ ഹൻളലയാകുന്ന ഞാൻ മുനാഫിഖായി സിദ്ദീഖേ റളിയല്ലാഹു അൻഹു, ഞാൻ മുനാഫിഖായി, ഹൻളല മുനാഫിഖായി. ഇങ്ങനെ പറയാ മാത്രമല്ല, കരയാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹയിന്റെ എഴുത്തുകാരനായ അങ്ങ് മുനാഫിഖായോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത അത്ഭുതം. സുബ്ഹാനല്ലാഹ്, മാ തഖൂൽ, എന്താണ് താങ്കൾ പറഞ്ഞത്? അങ്ങ് മുനാഫിഖായോ? അങ്ങനെയോ? അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഞാൻ മുനാഫിഖായി, ഹൻളല മുനാഫിഖായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം ആവർത്തിച്ചു, എന്താണ് അങ്ങ് ഈ പറയുന്നത്, അങ്ങ് മുനാഫിഖായെന്നോ? എന്താ അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, നകൂനു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന ഹത്താ കഅന്ന റഅയ ഐൻ കഅന്ന റഅയ ഐൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ അവിടുന്ന് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സുറാത്തിനെക്കുറിച്ചും വിചാരണയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അത് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒരു ചിത്രീകരണം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ അതിൽ ലയിക്കാറില്ലേ സിദ്ദീഖേ റളിയല്ലാഹു അൻഹു? അതെ, നമ്മൾ അത് ലയിക്കാറുണ്ട്, അതിൽ ലയിച്ചു പോവാറുണ്ട്. ആ അവതരണത്തിൽ നമ്മൾ തികച്ചും ആഖിറത്തിൽ മഹ്ശറയെ കുറിച്ച് പറയുമ്പോൾ മഹ്ശറയിൽ നിൽക്കുന്ന പോലെ തോന്നും. അത്രയും രസകരമായ അവതരണമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരണം. ഫൈദാ ഖറജനാ മിൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഫസ്നാ അൽ-അസ്വാജ് വൽ ഔലാദ് വൽ-ലയ്യാത്ത്. നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യമാർ, മക്കള്, നമ്മുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ,
നാം ഇടപഴകുന്ന ആളുകൾ, അവരുടെ ഇടയിൽ ചിരിയും കളിയുമായി പിന്നെയും നമ്മൾ ആ മഹ്ശറയിൽ ആദ്യം നിന്നു എന്ന അനുഭവത്തിൽ നിന്നും അതൊന്നുമായി ബന്ധമില്ലാത്ത രീതിയിൽ വേറെ ഒരു സ്വഭാവത്തിലേക്ക് വേഗത്തിൽ നമുക്ക് മാറാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ. ഫനസീന കഥീറ. അങ്ങനെ റസൂലുള്ളാഹിയുടെ മുന്നിൽ വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ലയിച്ചിരിക്കുന്ന സമയവും അത് അല്ലാത്ത സമയവും കൂടി ഞാൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഫനസീന കഥീറ, നമ്മൾ കൂടുതൽ സമയവും ആ മഹ്ശറയും സ്വർഗവും നരകവും പരലോകവും ഒക്കെ മറന്നു പോകുന്ന അവസ്ഥയാണ് കൂടുതൽ സമയത്തിലും ഉള്ളത്. കൂടുതൽ സമയം ഹബീബിന്റെ മുന്നിൽ വെച്ചുള്ള ആഖിറത്തിലേക്കുള്ള ലയന സമയത്തെക്കാൾ കൂടുതൽ വരികയാണ്. ഇതൊന്നുമില്ലാതെ മറന്നു പോകുന്ന ഒരു സമയം. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുള്ളത് കൊണ്ട് എന്റെ പേര് ഞാൻ തന്നെ വിളിക്കാണ് മുനാഫിഖ് എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാഹി ഇന്നാ ലനൽഖാ മിസ്ല ഹാദാ. ഹല്ലല പോകാൻ വരട്ടെ, താങ്കൾ മാത്രമല്ല അങ്ങനെ, ഞങ്ങളും അങ്ങനെയാണ്, എന്റെ അനുഭവത്തിലും അങ്ങനെയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോന്ന എന്റെ ഭാര്യ മക്കളും ഒക്കെ ആയി ഞാൻ ലയിച്ചു വരുമ്പോ നേരത്തെ എനിക്ക് അള്ളാന്റെ ഹബീബിന്റെ സദസ്സിൽ നിന്ന് കിട്ടിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിലേക്കുള്ള ആ ഒരു ലയനം എനിക്ക് കിട്ടാതെ വരുന്നുണ്ട്. താങ്കൾ മാത്രമല്ല, മുനാഫിഖായി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞോടുന്ന ഹൻളലയോട് പറഞ്ഞു, നിൽക്കണേ, ഞാനും കൂടെയുണ്ട്. ഹൻളല പറയുന്ന കാര്യത്തിൽ അർത്ഥമുണ്ടെന്ന് തോന്നി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫന്തലഖതു അന വ അബൂബക്കറിൻ ഹത്താ ദഖൽനാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഹദറത്തിലേക്ക് ഞങ്ങൾ ഓടിച്ചെന്നു. എന്റെ കൂടെ സിദ്ദീഖുമുണ്ട്. ഖുൽതു നാഫഖ ഹൻളല യാ റസൂലല്ലാഹ്, നബിയേ, ഹൻളല മുനാഫിഖായി നബിയേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കയറി ചെന്നത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വമാദാക, എന്തു പറ്റി? വമാദാക, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നകൂനു ഇൻദക തുദക്കിറുനാ ബിന്നാരി വൽ ജന്നതി ഹത്താ കഅന്നാർ റഅയൻ. നബിയെ, അങ്ങയുടെ മുന്നിലിരിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാലും നരകത്തെക്കുറിച്ച് പറഞ്ഞാലും സിറാത്ത് പറഞ്ഞാലും മഹ്ശറ പറഞ്ഞാലും അത് അനുഭവിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്കുള്ളത്. പക്ഷേ അങ്ങയുടെ മുന്നിൽ നിന്നും ഫൈദാ ഖറജനാ മിൻ ഇൻദിക ഫസനൽ അസ്വാജ് വൽ ഔലാദ് വൽ ളൈഅത് നസീനാ കസീറാ. ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ ഞങ്ങളുടെ കുടുംബമായി, ഭാര്യയായി, മക്കളായി, ആനന്ദങ്ങളായി, വളർത്തുമൃഗങ്ങളായി, കൃഷിയായി, കൂട്ടുകാരായി, നാട്ടുകാരായി, സമ്പർക്കങ്ങളായി, സഹവർത്തിത്വങ്ങളായി ഞങ്ങൾ പലതിലേക്കും ലയിക്കുമ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയുടെ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയ ലയന നേരത്തെക്കാളും അതല്ലാത്ത നേരമാണ് കൂടുതൽ ഞാൻ കണക്ക് കൂട്ടുമ്പോൾ അതിന്റെ പേരിലാണ് ഞാൻ മുനാഫിഖായത് എന്ന് മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീ നഫ്സി ബിയദിഹി ഇൻ ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി الذിക്രി ലസാഫഹത്കുമുൽ മലായികത്ത് അലാ ഫുറുശികും വഫി തുറുഖികും വലാകിൻ യാ ഹല്ലല സഅതൻ വസഅ ثلاث مرات. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, എന്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾ ലയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ചിന്തയില് നിങ്ങളുടെ മനസ്സ് കീഴടങ്ങി. അതിനുശേഷം തെറ്റൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അനുവദനീയവും സുന്നത്തുമായ ഇടപഴക്കങ്ങളും സന്തോഷ പ്രകടനങ്ങളാണ് നിങ്ങൾ ചെയ്തത്. ഭാര്യയുമായുള്ള സന്തോഷം, മക്കളുമായുള്ള സന്തോഷം, കുടുംബം കൂട്ടുകാരായുള്ള സന്തോഷം എല്ലാം അള്ളാഹു പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു അമല് പോലെയാണല്ലോ. അതും എന്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹൃദയ സാന്നിധ്യത്തിൽ കിട്ടുന്ന ഒരു ലയനം, അത് കരഞ്ഞുകൊണ്ടും സ്വർഗത്തിന്റെ സന്തോഷം ആലോചിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ആത്മീയ ലയനത്തെ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടവഴിയിലൂടെ നടന്നു പോകുന്ന ആ ഏകാന്തതയുടെ നേരത്തും നിങ്ങളുടെ കിടപ്പറയിലെ ആ കൂരിരുട്ടിന്റെ നേരത്തും അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് നിങ്ങളെ അണച്ചു പിടിക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഹൻളല മനുഷ്യനല്ലേ കുറെ നേരം ആ ഒരു ചിന്തയിൽ ലയിച്ചാൽ അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷെ അത് മാറാം. അത് മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. അത് ഒരിക്കലേ കിട്ടിയുള്ളൂ, പിന്നീട് അത് ഉണ്ടാവുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയല്ലല്ലോ. ഒരിക്കലും ഉണ്ടായിട്ട് പിന്നീട് വീട്ടിൽ ചെന്ന് തിരിച്ച് വീണ്ടും ഇവിടെ വരുമ്പോ വീണ്ടും അത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ചു വരുമ്പോ പിന്നെയും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ വരുമ്പോ അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു മനുഷ്യ സഹജമായ ഒരു സാഹചര്യം ഇങ്ങനെയാണ്.
അതുകൊണ്ട് ഒരിക്കലും അങ്ങ് പറഞ്ഞ പോലെയല്ല, ഇതുപോലെയാണ് മനുഷ്യനിൽ സാധ്യമാവുക. അന്നഹും ലാ യുക്കല്ലഫൂന ദവാമ അലാ ദാലിക സഅതൻ വസഅ ഐ സഅതൻ കദാ സഅത കദാ വസഅത കദാ. ശറഹ് മുസ്ലിമിലെ ഇമാം നവവി ഹദീസിന്റെ വ്യാഖ്യാനം കൊടുത്തു, ഒരിക്കലും അങ്ങനെ നിരന്തരം അണമുറിയാതെ ആ ആഖിറത്തിൽ ലയിച്ചിരിക്കുന്ന മുത്തുനബിയുടെ സദസ്സിൽ വെച്ച് കിട്ടുന്ന ആത്മീയാനുഭൂതിയെ അണമുറിയാതെ മരണം വരെ നിലനിർത്തണമെന്ന് ആരോട് നിർബന്ധിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെ സന്തോഷമായിട്ട് നിൽക്കുന്നു എന്ന് വെച്ച് തെറ്റ് ചെയ്യുന്നു എന്നല്ല അതിനർത്ഥം. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലെ സന്തോഷങ്ങളിൽ ലയിക്കുന്നു, കുടുംബത്തോടൊപ്പം ചേരുന്നു. അതൊക്കെ മറ്റൊരു തലത്തിൽ അമലാണ്. പക്ഷെ ഹബീബിന്റെ സദസ്സിൽ വന്ന് മഹ്ശറ എന്ന് പറയുമ്പോൾ കരയാൻ കഴിയുന്നുണ്ട്, ഖബർ എന്ന് പറയുമ്പോൾ ഞെട്ടിത്തെറിക്കുന്നുണ്ട്, പേടിയുണ്ട്, എന്നാൽ പോയിട്ടില്ല. നമ്മൾ നമ്മുടെ വഴിയിൽ തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഹാബികളിലുണ്ടായ ആഖിറം എന്ന ചിന്തയാണ്. സ്വഹാബികളിലുണ്ടായ ആഖിറം എന്ന ചിന്ത നമ്മെ അത്ഭുതപ്പെടുത്താണ്. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ മനസ്സിൽ പരലോക ചിന്ത, ആഖിറം എന്ന ചിന്ത ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അത്രേ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്കൊരു ഹദീസ് കാണാം. عن أبي سعيد الخدري رضي الله عنه قال النبي صلى الله عليه وسلم عودوا المريض وامشوا مع الجنائز تذكركم الآخرة എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഒരു ജനാസയുടെ പിന്നാലെ കൂടാ, അതിൽ ലയിച്ചു കൂടണം, ആ ജനാസയിലായി ലയിച്ചു പോകണം. അത് എന്നെയാണ് കൊണ്ടുപോകുന്നത് എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. ഒരു രോഗിയെ ചെന്ന് കാണണം, ആ രോഗിയിലുള്ള അവശഭാവവും അയാളുടെ തളർച്ചയും മനസ്സിലാക്കണം. ഇത് എനിക്കും വരാനുള്ളതാണ്. ഈ അർത്ഥത്തിൽ ഈ രണ്ട് ഇബാദത്തിൽ നിങ്ങൾ പരിഗണിച്ചാൽ, ഏത് രണ്ട് ഇബാദത്ത്? ജനാസ അനുഗമനം എന്ന ഇബാദത്തും രോഗസന്ദർശനം എന്ന ഇബാദത്തും. ഈ രണ്ട് ഇബാദത്തിൽ നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തുദക്കിറുക്കും അൽ ആഖിറ, നിങ്ങളെ ഈ രണ്ട് ഇബാദത്ത് ആഖിറത്തെ ഓർമ്മപ്പെടുത്തുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഈ നൈമഷികമായ അവസ്ഥയെ മനസ്സിൽ കൊണ്ടുവന്ന ആഖിറത്തിന്റെ ശാശ്വതമായ ആ കാര്യങ്ങളെ ചിന്തിക്കാൻ, ആഖിറത്തെ ഓർക്കാൻ നമുക്ക് അമലുകൾ കൊണ്ട് കഴിയും. പ്രത്യേകിച്ച് ജനാസ അനുഗമനം, അതുപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കുക എന്നത്. ജീവിതം നൈമഷികമാണ്, ഈ ദുനിയാവിൽ അങ്ങനെ അള്ളാഹു വെച്ചിട്ടുള്ളത്. എന്റെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് തോന്നൽ കുറവാണ്. നമ്മൾ ഇവിടെ ജീവിക്കുന്നത് നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കാം, ഏത് സമയവും എന്തും സംഭവിക്കാം. ആ രീതിയിൽ എല്ലാ വേരുകളും പിഴുതെടുക്കപ്പെട്ട ഒരു വൃക്ഷം എപ്പോ വേണമെങ്കിലും നിലം പതിക്കാമെന്ന അവസ്ഥ പോലെയാ ഓരോ മനുഷ്യന്റെ പദ്ധതികൾ, ഓരോ മനുഷ്യന്റെ ഭാവി പ്ലാനുകൾ. ഓരോ മനുഷ്യരും പല കാര്യങ്ങളും ആവിഷ്കരിച്ചും ആസ്വദിച്ചും നിൽക്കുന്നതിന് ഏത് സമയവും ഒരു വലിയ മനുഷ്യൻ ഇവിടെ കടപുഴകി വീഴുമ്പോൾ അവന്റെ ശിഖരങ്ങൾ, അവൻ വ്യാപിച്ചു നിൽക്കുന്ന മേഖലകൾ, അത് മഹല്ലിന്റെ പ്രസിഡന്റ് ആവാം, പള്ളിയിലെ ഖത്തീബാവാം, നാട്ടിലെ സംഘടനയുടെ തലപ്പത്തുള്ള ആളാവാം, രാഷ്ട്രീയ പാർട്ടിയിലെ കിടയറ്റ വ്യക്തിത്വമാവാം, നാട്ടിലെ മധ്യസ്ഥനാവാം, കുടുംബത്തിന്റെ അത്താണിയാവാം, നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാവാം, സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആവാം. ഒരുപാട് സ്ഥാനമാനങ്ങളിൽ പടർന്നു നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അവര് എല്ലാ മേഖലകളിലും അവരുടെ സാന്നിധ്യം എല്ലാവർക്കും ആവശ്യമാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു വലിയ മരം കടപുഴുകി വീഴുന്ന പോലെയാ. വേരുകളൊക്കെ അറ്റി നിൽക്കാണേ. എപ്പോ വീണാലും ഈ പറയപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും അനാഥമാവാം. ഈ പറയപ്പെട്ട എല്ലാ നേതൃത്വവും നാഥനില്ലാതെ വരാം. എല്ലാവരും പറയും ആ ഒരു വിടവ് നികത്താൻ കഴിയില്ലല്ലോ, വലിയൊരു വിടവായിരുന്നു എന്ന് പറയും. ആ ഒരു അവസ്ഥയെ എപ്പോ വേണമെങ്കിലും മനുഷ്യൻ പ്രതീക്ഷിക്കണമെന്നാ ഖുർആൻ പറഞ്ഞത്. ഇവിടുത്തെ ജീവിതം ശാശ്വതമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലേക്ക് മനസ്സ് വരുന്നില്ല, ആഖിറം എന്ന ചിന്ത വരുന്നില്ല. കേട്ടോളൂ, ഖുർആന്റെ ചില ആയത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില താരതമ്യങ്ങളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ മസലുൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ فاختلط به نبات الأرض مما يأكل الناس والأنعام
حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون. എന്ത് രസകരമായ രീതിയിലാണ് ഈ ആശയത്തെ ഖുർആൻ അവതരിപ്പിച്ചത്. സുദീർഘമായ ഒരു വിശദീകരണം അതിന് വേണം, ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. അള്ളാഹു പറയാണ്, ഇന്നമാ മഥലുൽ ഹയാത്തിദ് ദുനിയ, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ ശാശ്വതം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഓരോ മേഖലകളുണ്ടല്ലോ, ആകാശത്തുനിന്നൊരു മഴ പെയ്തിറങ്ങിയ പോലെ. ആ മഴയോടനുബന്ധമായി പലതും ഇവിടെ കാണാനുണ്ട്. ആ മഴയോട് അനുബന്ധമായി പലതും കാണാറുണ്ട്. മഴക്കാലത്തോടനുബന്ധമായി ചെടികൾ തഴച്ചു വളരുന്നത്, കൃഷിയിലുള്ളതായ പുരോഗമനങ്ങൾ, വെള്ളത്തിന്റെ സമൃദ്ധി, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. മഴക്കാലാണ് തൽക്കാലം പെട്ടെന്ന് അങ്ങോട്ട് മാറിയ, അല്ലെങ്കിൽ 2-3 ദിവസം തുടർച്ചയായി നിൽക്കുന്ന മഴ കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ആ മഴ അങ്ങോട്ട് നിൽക്കലോടാണ് തീരാണ്. അള്ളാഹു പറയുന്നു, ആ സമയത്ത് ചെടികളൊക്കെ നന്നായി വളർന്നു, ജനങ്ങൾക്ക് തിന്നാനും കന്നുകാലികൾക്ക് തിന്നാനുമുള്ള വിഭവങ്ങൾ വിളഞ്ഞുണ്ടായി. പിന്നെയോ ഭൂമി അതിന്റെ പ്രൗഢി പരമാവധി, അതിന്റെ ഭംഗിയും അഴകും മഴയോടുകൂടെ വഴിയോരങ്ങളിലെ പുല്ലുകളും പുഷ്പങ്ങളും ഒക്കെ വലിയ ഭംഗിയാ ഉണ്ടാക്കി തരുന്നത്. നല്ല പച്ചപ്പ്, നല്ല രസം. ഇടയ്ക്കൊരു വെയിലും കൂടി തെളിഞ്ഞാൽ എന്തൊരു ക്ലാരിറ്റിയാണ്, ഒരു ചിത്രത്തിൽ കാണുന്ന ക്ലാരിറ്റി പോലെ. ഒരു വലിയ ക്ലാരിറ്റി. ഉണങ്ങി പൊടി പിടിച്ച് കിടക്കുന്ന ഭൂമിയിലേക്ക് ഒരു പേമാരി പെയ്തിറങ്ങി എല്ലാ അഴുക്കുകളെയും ഒഴുക്കി കളഞ്ഞിട്ട് കിട്ടുന്ന ആ ഒരു പച്ചപ്പിന്റെ ഒരു വല്ലാത്ത തിളക്കമുണ്ട്. അതിലേക്കൊരു സൂര്യപ്രകാശം, പ്രഭാതത്തിന്റെ സൂര്യകിരണത്തിൽ ആ ചെടിയുടെയും പുല്ലുകളുടെയും ഇലത്തുമ്പുകളിൽ തളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ ഒരു കണികയുണ്ട്. ആ വെള്ളത്തിന്റെ കണികയിലേക്ക് സൂര്യകിരണം ഇങ്ങനെ അടിക്കുന്ന പ്രഭാതത്തിന്റെ ഒരു തിളക്കമുണ്ടല്ലോ, എന്തൊരു മനോഹാരിതയാണ്. അള്ളാഹു പറയുന്നു, ഇങ്ങനെ ഭൂമി അതിന്റെ അഴകുകൾ മുഴുവനും എടുക്കുമ്പോ അവിടുത്തെ ആളുകൾ അന്ന് മനസ്സിലാക്കി പോവാണ്, അന്നഹും ഖാദിറൂന അലൈഹ, ഇതൊക്കെ നമ്മുടെ കഴിവാണ്, ഞാൻ മിടുക്കനായതുകൊണ്ടാണ് ഇങ്ങനെ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോ വേണമെങ്കിലും, രാവാവട്ടെ പകലാവട്ടെ, ആ ഭൂമിയെ ഉണക്കി വരൾച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സമയത്തിന് ഏറെ വൈകാനില്ല, വേഗം തന്നെ എത്തും. മനുഷ്യജീവിതം അത്രയേ ഉള്ളൂ. ഒന്നും തന്നെ അവർക്ക് ആ ഭൂമിയിലുണ്ടായ നേട്ടങ്ങൾ കൊണ്ട്, മഴ കൊണ്ടുണ്ടായ നേട്ടങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയാത്ത വിധം ഒരു മഴ വന്ന് അസ്തമിച്ചു പോയ പോലെ, പിന്നീട് വരുന്ന ഉണക്കൽ പോലെ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ഉണങ്ങാം, ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും എല്ലാം നഷ്ടപ്പെടാം. ആ രീതിയിലാ. ഏതായാലും പെയ്തിറങ്ങിയ ഒരു മഴവെള്ളം പോലെ, വെള്ളം കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം. സൂറത്തുൽ കഹ്ഫിന്റെ ആയത്ത്, വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح حسيما تذروه الرياح وكان الله على كل شيء مقتدرا. ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെ, നാം സമ്പാദിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങൾ എങ്ങനെ, മഴ പെയ്തപ്പോ ആകാശത്ത് നിന്ന് ഉതിർന്നിറങ്ങിയ വെള്ളം പോലെയാ നമ്മുടെ സമ്പാദ്യങ്ങൾ. ഈ ഭൂമിയിലെ നാം കാണുന്ന സമ്പന്നത, ആ പെയ്തിറങ്ങിയ വെള്ളത്തിൽ ചെടികളുണ്ടായി. പിന്നീട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ചെടിയൊക്കെ ഉണങ്ങി, വേനൽ വന്നു കഴിഞ്ഞ് വെയിൽ അങ്ങോട്ട് ഉദിച്ചു കഴിഞ്ഞാൽ നിലയ്ക്കാത്ത ഒരു വലിയ ചൂടിന്റെ പ്രവാഹം തന്നെ അങ്ങ് വന്നു. ഇനി മഴ കുറെ നാളത്തേക്കില്ല, എന്നാൽ എല്ലാം ഉണങ്ങി വരണ്ട് ചണ്ടികളായി പോകുന്ന പോലെ നിങ്ങളുടെ സമ്പാദ്യം, ഭൂമിയിലെ ഒരു മനുഷ്യന്റെ സമ്പാദ്യം അത്രേ ഉള്ളൂ എന്ന് ഖുർആൻ ഈ ആയത്തുകൾക്ക് വ്യാഖ്യാനം കൊടുത്ത് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ശൈഖു ശഅറാവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ശബ്ബഹൽ ഖുർആനുൽ കരീമുൽ ഹയാത്തദ് ദുനിയ ബിൽ മാഇ ഫി സൂറത്തൈൻ മിൻ സുവരിഹി വഹുമാ യൂനുസ് വൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലും സൂറത്തു യൂനുസിലും ഇപ്പൊ നമ്മൾ ഓതിയ ഈ ആയത്തുകളിൽ ഭൂമിയിലെ ജീവിതത്തെ, അല്ലാഹു തആല ഈ ദുനിയാവിന്റെ അവസ്ഥയെ
മഴ പെയ്തിറങ്ങിയ വെള്ളത്തോട് ഉപമിച്ചു പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ അയിമ്മത്ത് ഉലമാ ഹുക്കമാ പറയുന്നുണ്ട്, അങ്ങനെ വെള്ളത്തെ ഈ ഭൂമിയിലെ ജീവിതത്തോട് ഉപമിക്കാൻ ഒരു 10-11 കാരണങ്ങളുണ്ട്. 10-11 കാരണങ്ങൾ ഉണ്ട്. അതായത് ഒന്നാമത് പറയട്ടെ, വെള്ളം എന്നത് ഇന്ന സ്ഥലത്തെ ഉണ്ടാവൂ എന്ന് പറയാൻ പറ്റില്ല. അത് എന്റെ വീട്ടിലുണ്ടാവാം, നിങ്ങളുടെ വീട്ടിലുണ്ടാവാം, വെള്ളം തീരെ ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാം. എന്ന പോലെയാണ് പണം. അത് എവിടെയും ഉണ്ടാവാം, ഇന്ന സ്ഥലത്തെ ഉണ്ടാവാൻ പാടൂ എന്നൊന്നുമില്ല, എവിടെയും ഉണ്ടാവാം. വെള്ളത്തെ പോലെ പണവും എവിടെ വേണമെങ്കിലും ആവാം, ഇന്ന സ്ഥലത്ത് മാത്രമേ പണം ഉണ്ടാവൂ അങ്ങനെയൊന്നുമില്ല. എവിടെയും പണം കയറി വരാം, പണത്തിന് കയറാം, പണം ഇല്ലാതെ ആവാം. വെള്ളത്തെ പോലെ തന്നെയാണ്. രണ്ടാമത് പറഞ്ഞു, വെള്ളം എന്നത് നമ്മൾ അതിനെ പിടിച്ചു വെച്ചാൽ തനിയെ അതിൽ പായലും അതിൽ മറ്റു അഴുക്കുകളും വന്നു കൂടുന്ന പോലെ, വെറുതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അഴുക്ക് വന്നു കൂടുന്ന പോലെ, ഒരു മനുഷ്യൻ അവന്റെ കയ്യിലുള്ള പണം ഇങ്ങനെ കൂട്ടിവെച്ചാൽ അതിൽ അഴുക്ക് വരും. എന്താണ് പണത്തിന്റെ അഴുക്ക്? പണത്തിന്റെ അഴുക്ക് അതൊരു കൊല്ലം പൂർത്തിയായാൽ, നിസാബ് പൂർത്തിയായതാണെങ്കിൽ പാവപ്പെട്ടവന്റെ സക്കാത്ത് അതിൽ വന്നു കഴിഞ്ഞു. നാട്ടിൽ സാമ്പത്തികമായ ഒരു ആവശ്യം നടക്കുക, ഇവനെങ്ങനെ പൂട്ടി വെച്ചിരിക്കുക. ആ സമയത്ത് പലരെയും സഹായിക്കാൻ ഇവൻ ബാധ്യസ്ഥന, പക്ഷെ സഹായം കൊടുക്കാതെ അവർക്ക് അവകാശപ്പെട്ടതിനെ ഇവന്റെ ആണെന്ന് പറഞ്ഞ് എടുത്ത് പൂട്ടിക്കെട്ടി വെക്കുന്നത് തീർച്ചയായും മറ്റുള്ളവന്റെ അവകാശം നമ്മളിൽ വരുന്നത് നമ്മുടെ സമ്പത്തിന്റെ അഴുക്കാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിക്കാന്ന് അതിനർത്ഥം. സക്കാത്ത് എന്ന വാക്കിനർത്ഥം ശുദ്ധീകരിക്കുക. എന്താ ശുദ്ധീകരിച്ചത്? സക്കാത്തിന്റെ അവകാശികളുടെ സമ്പത്ത് തന്റെ സമ്പത്തിൽ കിടക്കുന്നത് തനിക്ക് അർഹതയില്ലാത്ത അത് കൊടുത്ത് ഈ സമ്പത്തിനെ ശുദ്ധിയാക്കണം. ഈ സമ്പത്തിന്റെ അഴുക്ക് കളയലാണ് സക്കാത്ത് സംവിധാനം. അപ്പൊ വെള്ളം കെട്ടിക്കിടന്നാൽ അത് അഴുക്കിനെ കൊണ്ടുവരുന്ന പോലെ, വെള്ളം അഴുക്കിനെ കൊണ്ടുവരുന്ന പോലെ ഒരാളുടെ സമ്പത്ത് കെട്ടിക്കിടക്കുന്നത് വഴി അഴുക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല, ഇനി കേട്ടോളൂ, മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, വെള്ളം എന്നത് ഒരാളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവന്റെ കയ്യിലേക്കോ വരുന്നത് തുള്ളി തുള്ളി തുള്ളിയായി, പല തുള്ളി പെരുവെള്ളം എന്ന പോലെ. സമ്പത്തും അങ്ങനെയാണ്, ഒരാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് തുള്ളി തുള്ളി, കുറേശ്ശെ സമ്പാദിച്ച വലിയ വലിയ പലതുള്ളി പെരുവെള്ളം പോലെ ആ സമ്പത്ത് വരുന്നത്. എന്നാൽ വെള്ളം അങ്ങ് തുറന്നു വിട്ടാലോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പോവും എന്ന പോലെ സമ്പത്ത് പതുക്കെ പതുക്കെ വന്നിട്ട് അത് തീരുന്നത് പെട്ടെന്നായിരിക്കും. ഇങ്ങനെ ഒരു ഉപമയുണ്ട്. അതുപോലെ വെള്ളം ഒരു സ്ഥലത്ത്, ഒരു പ്രതലത്തിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ, ഒരു കുളത്തിലോ തടാകത്തിലോ പുഴയിലോ വെള്ളം വന്നാൽ വെള്ളം അതിന്റെ അടിയിലെ ഭൂമിയുടെ ഭാഗത്തെ മറച്ചു വെക്കുന്നുണ്ട്. നല്ല ആഴമുണ്ടെങ്കിൽ നമ്മൾ കാണാറുണ്ട്, നല്ല ആഴമുള്ള കിണറിന്റെ അടിയിലെ കല്ലും മണ്ണും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ആ വെള്ളം അത് മറച്ചു വെച്ച പോലെ ഒരു മനുഷ്യന്റെ ഐബ് എന്തൊക്കെയാണെന്ന് അവന്റെ സമ്പത്ത് കൊണ്ട് മറച്ചു വെക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ ദുനിയാവിനുണ്ട് എന്ന് മഹാന്മാർ പറയുന്നു. ഇനി കേട്ടോളൂ, മഹാന്മാര് പറയുന്ന വെള്ളം എന്നത് ഖുർആൻ വെള്ളത്തോട് ഉപമിച്ചല്ലോ. വെള്ളം എന്നത് ഉപയോഗിക്കുന്തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന പോലെ പണം ഉപയോഗിക്കുന്തോറും അത് കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഉപയോഗിക്കുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇൽമ്. ഇൽമ എത്ര ഉപയോഗിക്കുന്നു അത്രയും കൂടിക്കൊണ്ടിരിക്കും. ഒരാൾക്കൊരു മസല നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ 10 പ്രാവശ്യം അത് പറയുമ്പോൾ ആ മസല മുഖേന മറ്റു പലതും നമ്മൾ ചിന്തിക്കും. ഇൽമ അങ്ങനെയാ, പക്ഷെ അത് പഠിപ്പിക്കുന്തോറും കൊടുക്കുന്തോറും കൂടുതലുണ്ടാവാം. വെള്ളം അങ്ങനെയല്ല, ദുനിയാവ് അതുപോലെയാണ്, വെള്ളം പോലെയാ, കൊടുക്കുന്തോറും തീർന്നു പോയിക്കൊണ്ടിരിക്കും. ഇനി കേട്ടോളൂ, പണം എന്നത് കുറഞ്ഞ രീതിയിലും സമ്പാദിച്ചു വെക്കാൻ പറ്റും, കൂടുതൽ രീതിയിലും. വെള്ളം അങ്ങനെയാണ്, ഒരു ടാങ്ക് 1000 ലിറ്റർ അല്ലെങ്കിൽ ഒരു വലിയ കുളം നിറയെ വെള്ളം, കുറഞ്ഞ രീതിയിലും കൂടിയ രീതിയിലും വെള്ളം നമുക്ക് പലയിടത്ത് കാണാൻ കഴിയുന്നുണ്ട്. എന്ന പോലെയാണ് പണവും. ഇനി കേട്ടോളൂ, ഒരാൾക്ക് അള്ളാഹു കൊടുക്കാന്ന് വെച്ച റിസ്ക് ഒരിക്കലും മറ്റൊരാൾക്ക് തടയാൻ കഴിയില്ല എന്ന പോലെ ആകാശത്തുനിന്ന് വെള്ളം കണ്ട് പെയ്തിറങ്ങുന്നത് ഒരിക്കലും ഒരാൾക്ക് തടഞ്ഞ് മുകളിലേക്ക് തിരിച്ചയക്കാൻ പറ്റൂല. പിന്നെയും പറയുന്നുണ്ട്, അൽ മാഉ ഖലീലുഹു വെള്ളം എന്നത് ഒരാൾ കുടിക്കാൻ തീരുമാനിച്ചു, ദാഹത്തിന് ശമനമാണ് കുറഞ്ഞ വെള്ളം. എന്നാൽ കുറഞ്ഞ വെള്ളം ദാഹത്തിന് ശമനം കഴിഞ്ഞ് പിന്നെയും വെള്ളം ഇങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരുന്നാൽ അത് അയാൾക്ക് രോഗമുണ്ടാക്കും എന്ന പോലെയാണ് ദുനിയാവ്. അതൊരു ദാഹത്തിന്റെ ശമനം പോലെ എന്നതിൽ ആരോഗ്യമുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്നു വന്നാൽ ദുനിയാവ് ഒരു മനുഷ്യന്റെ ആഖിറത്തിന് രോഗമായി മാറുകയാണ്. പിന്നെ പറഞ്ഞു, 8ാമത്
വെള്ളം ഒരുപാടായാൽ കൃഷി നശിക്കും എന്ന പോലെ സമ്പത്തിന്റെ അമിതമായ ആഗ്രഹവും സമ്പത്ത് എന്നുള്ള അമിതമായ രീതിയിലേക്കുള്ള ആർത്തിയും ഒക്കെ ഒരു മനുഷ്യന്റെ ആഖിറത്തെ അല്ലെങ്കിൽ അവന്റെ ഖൽബിലുള്ള ആഖിറം എന്ന ചിന്തയെ ചീത്തയാക്കാൻ സാധ്യതയുണ്ട്. വെള്ളം കൃഷിയിൽ ഒരുപാട് വന്നാൽ കൃഷിയെ ചീത്തയാക്കുന്ന പോലെ. 9ാമത് മഹാന്മാർ പറഞ്ഞു, വെള്ളത്തിൽ നല്ല വെള്ളമുണ്ട്, കലങ്ങിയ വെള്ളമുണ്ട്, അഴുക്കുള്ള വെള്ളമുണ്ട്. സമ്പത്തിലും അതുപോലെ തന്നെ നല്ല സമ്പത്തിന്റെ ഹലാലുണ്ട്, ഹറാമുണ്ട്. അതുപോലെ ഹലാലും ഹറാമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ശുഭത്തിന്റെ മുതലുമുണ്ട്. വെള്ളം പോലെ തന്നെ ശുദ്ധമായതും അശുദ്ധമായതുമുണ്ട്. 10ാമത്തെ ഉപമ, 10ാമത്തെ ഒരു സാമ്യം എന്ന് പറഞ്ഞാൽ വെള്ളം നജസ്സുകളെ ശുദ്ധിയാക്കും. അതുപോലെ ഹലാലായ പണം ഉണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല ശുദ്ധീകരണം വരുത്തുന്നുണ്ട്. നല്ല നല്ല പണം, നല്ല നല്ല സമ്പാദ്യം നന്നാക്കി കൊടുക്കാറുണ്ട്. നല്ലത് സമ്പാദിച്ചാൽ, നല്ലത് തിന്നാൽ ഒരു മനുഷ്യൻ സ്വാലിഹായ അമല് ചെയ്യും. അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ നന്നാവാനുള്ള പ്രധാന കാരണം നല്ലത് തിന്നാൻ കൊടുക്കണമെന്നാ. നമ്മളോട് പറഞ്ഞത് എന്താ? കുലൂ മിൻ ത്വയ്യിബാത്ത്, നല്ലത് തിന്നാനാ പറഞ്ഞത്. വഅമലു സ്വാലിഹ, എന്നാലാണ് സ്വാലിഹായ അമൽ ഉണ്ടാകൂ എന്ന. അപ്പൊ നല്ല മുതൽ കൊണ്ട് ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ, സകാത്ത് കൊടുക്ക വഴി സമ്പത്ത് നന്നാവുമെന്ന പോലെ വെള്ളം കൊണ്ട് നമുക്ക് അഴുക്കിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന പോലെ നല്ല സമ്പത്ത് കൊണ്ട്, നല്ല ദുനിയവിയായ സമ്പാദ്യം കൊണ്ട് നമ്മുടെ അഴുക്കുകളെ നമുക്ക് ശുദ്ധീകരിച്ച് നന്നാക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ഉപമ മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്. അപ്പൊ ദുനിയവിയായ വിഷയങ്ങളിൽ നമുക്ക് അമിതമായ താല്പര്യങ്ങൾ വരുന്നത് ആഖിറത്തെ മറപ്പിച്ചു കളയുന്നിടത്ത് ഈ ആയത്ത് ഓർമ്മപ്പെടുത്താണ്. ദുനിയാവ് ഒരു മഴ പെയ്തിറങ്ങിയ പോലെ, ഒരു മഴയിൽ കാണുന്ന അത്ഭുതങ്ങൾ കുറഞ്ഞ നേരത്തേക്കേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ ജീവിതം. അള്ളാഹു ഇത് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൽ ആഴത്തിൽ ചിന്തിക്കാൻ തന്ന ഈ 2 ആയത്തുകൾ, ദുനിയാവിന് മഴവെള്ളത്തോട് ഉപമിച്ച ആയത്ത് മനസ്സിലാക്കാനുള്ള വിവേകം നമ്മുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആരക്കുകയാണ്. അറബി കവികളിൽ പ്രമുഖനാണ് ലബീദ് എന്ന് പറയുന്ന ഒരു കവി. അയാൾ ഒരു പാട്ട് പാടി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാഹിലിയത്തിൽ വെച്ച് അയാൾ പാടിയ പാട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി. അയാൾ പാടി, ജാഹിലിയത്തിൽ പാടി അയാൾ പാടി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം, അസ്ദഖു കലിമത്തിൻ ഖാലഹാ ശാഇർ കലിമത്തു ലബീദ്. ലബീദ് ഒരിക്കൽ പാടിയ പാട്ട് വല്ലാത്തൊരു പാട്ടാണ്. ലബീദ് അന്ന് മുസ്ലിം അല്ലാട്ടോ. ലബീദ് മുസ്ലിം അല്ല, മുസ്ലിം അല്ലാത്ത ലബീദ് ഒരു പാട്ട് പാടി. നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, മുസ്ലിം അല്ലാത്ത കവികൾ അള്ളാഹുവിനെ പറ്റിയും റസൂലിനെ പറ്റിയും ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. വള്ളത്തോളിന്റെ കവിതകളിൽ തന്നെ റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോവാറുണ്ട്. മറ്റു പലരും മുസ്ലിം അല്ലാത്തവര് നബിയെ പ്രകീർത്തിക്കുന്നത് കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിൽ വന്നിട്ടില്ല എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിലോ ഈ കവിതയെ കുറിച്ച് പറയുന്ന ഹദീസിന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിൽ വന്നിട്ടില്ലാത്ത, ജാഹിലിയത്തിൽ നിറഞ്ഞു നിന്ന ഒരു കവി സാന്നിധ്യമാണ് ലബീദ്. ഒരുപാട് കാലം അയാൾ ജീവിച്ചു. ഫതഹുൽ ബാരി പറയുന്നത് 150 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. 150 വയസ്സ്, 150 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവിച്ചു എന്ന് ഇബ്നു ഹജർ തങ്ങൾ ഫതഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. 150 പരം വയസ്സ് ജീവിച്ച ആളാണ് ലബീദ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ ജാഹിലിയ കാലഘട്ടത്തിന്റെ ആ അവസ്ഥയെ കുറിച്ച് പറയാ, അയാളൊന്ന് മുസ്ലിം അല്ല, മുസ്ലിം അല്ലാതിരിക്കെ അയാൾ പാടിയ ഒരു വാക്കുണ്ട്, അത് വല്ലാത്ത സത്യമാണെന്ന് പുണ്യ നബി. അസ്ദഖു കലിമ, ഏറ്റവും നല്ല സത്യവചനം, ഖാലഹ ശാഇർ, അത് ഖൗലു ലബീദ്. ലബീദ് എന്ന കവി പാടിയതാ. എന്താ അയാൾ പാടിയത്? അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഒരുപാട് പാടിയിട്ടുണ്ട് അയാള്. ഹദീസിൽ കുറച്ചേ ഉള്ളൂ. അല്ലാഹു അല്ലാത്ത എല്ലാം നശിച്ചു പോകും, ഏത് അനുഗ്രഹവും സംശയിക്കണ്ട, എപ്പ വേണമെങ്കിലും നഷ്ടപ്പെടും. ഇതാണ് കവിത. അയാൾ മുസ്ലിം അല്ലാട്ടോ. ഇത് റസൂലുള്ളാഹിനെ അത്ഭുതപ്പെടുത്തിയ കവിതയാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു, അല്ലാഹയല്ലാത്ത എല്ലാം നശിക്കും,
അല്ലാത്ത എല്ലാം നശിച്ചു പോകേണ്ടതാ. കുല്ലു മൻ അലൈഹാ ഫാൻ, അല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാ. അങ്ങനെ ഖുർആൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇയാൾ പാടി, അല്ലാത്ത എല്ലാം നശിക്കും. വകുല്ലു നഈമിൻ ലാ മഹാലത സഇലു, അല്ലാത്ത എല്ലാം നശിക്കുമെന്ന പോലെ ഏത് അനുഗ്രഹവും എപ്പ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഉറപ്പായിട്ട് നഷ്ടപ്പെടും. ഏതനുഗ്രഹവും നഷ്ടപ്പെടും. ഈ വാക്ക് ഹബീബിനെ അത്ഭുതപ്പെടുത്തി. അള്ളാന്റെ ഹബീബ് അയാളെ പ്രശംസിച്ച് പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം മുസ്ലിമായി. അദ്ദേഹത്തിന്റെ പേര് അബൂ ഉഖൈല എന്നാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ചർച്ച ചെയ്ത് പലപ്പോഴും പോയിട്ടുണ്ട്. ഏതായാലും മഹാനവറുകൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖലീഫയായ കാലഘട്ടത്തിൽ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചിരുന്നല്ലോ, ലബീദേ, റസൂലുള്ളാഹിക്ക് നിന്റെ കവിത വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏത് കവിത? അല്ലാത്ത എല്ലാം നശിക്കുമെന്ന് നീ പാടിയത് അള്ളാന്റെ ഹബീബ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയതാ. നീ പഴയതുപോലെ ഇപ്പൊ പാടുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു ഖദ് അബദലനി അല്ലാഹു ബിശ്ശിരി സൂറത്തുൽ ബഖറ. ഉമറേ, ഞാൻ എന്റെ പാട്ട് നിർത്തി. ഉമറേ, അള്ളാഹുവിനെ ബോധ്യപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനതൊന്ന് പാടിയത്. പക്ഷെ റസൂലുള്ളാഹിക്ക് ഇഷ്ടായിരുന്നു. അള്ളാഹുവിനെ എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ പാട്ട് നിർത്തി. ഉമറേ, ഇപ്പൊ എനിക്ക് പാട്ടില്ല. പാട്ടിന് പകരം ഒരു പാട്ട് പാടണമെന്ന് തോന്നുമ്പോൾ ഞാൻ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമേ. എനിക്ക് അതിൽ കിട്ടുന്ന ഒരു ആനന്ദം പാട്ടുപാടിയാ കിട്ടാറില്ല. ലബീദ് പറഞ്ഞതാണത്. ഫത്ഹുൽ ബാരിയിൽ കാണാം. അങ്ങനെ ലബീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫയിൽ ജീവിച്ചു, കൂഫയിൽ മരണപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിലാ അങ്ങനെ സംഭവിച്ചത്, അദ്ദേഹത്തിന്റെ മരണമുണ്ടായത്. അപ്പൊ അത്രത്തോളം ജീവിതത്തിന്റെ നൈമശികത, നമ്മുടെ മനസ്സിൽ ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം വരുന്ന കാലഘട്ടത്തിൽ, മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് നേരെ മറ്റുള്ളവരുടെ കരങ്ങൾ നീണ്ടുവരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഹദീസിന്റെ ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസ് കാണാം. യൂശികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ. നടുവിൽ ഒരു പിഞ്ഞാണത്തിൽ ഭക്ഷണം ഇരിക്കുക, ചുറ്റിലും അത് കഴിക്കാനുള്ള ആളുകൾ ഇരുന്നാൽ ചുറ്റിലും ഇരിക്കുന്നവർ എത്രമാത്രം അതിലേക്ക് ശ്രദ്ധ പുലർത്തി താല്പര്യത്തോടുകൂടെ നടുവിലിരിക്കുന്ന പാത്രത്തിൽ നിന്ന് വലിച്ചു വാരിയെടുക്കുന്നോ, അതുപോലെ എൻ്റെ ഉമ്മത്തിനെ കൈയിട്ട് വാരും പിൽക്കാലത്ത് വരുന്ന സമൂഹം എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ഖായിലുൻ വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്. ഒരു സ്വഹാബി ചോദിച്ചു, അന്ന് ഞങ്ങൾ അംഗബലത്തിലോ അംഗസംഖ്യയിലോ കുറവുള്ളത് കൊണ്ടാണോ ഞങ്ങളിലേക്ക് എല്ലാവരുടെയും കൈകൾ ഇങ്ങനെ വന്ന് എല്ലാവരും വഴിയെ പോകുന്നതിനൊക്കെ ഈ സമുദായത്തിലുള്ളവരുടെ മെക്കെട്ട് കയറാൻ വരാ, അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ആൾബലത്തിലോ അംഗബലത്തിലോ കുറവായത് കൊണ്ടാണോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ബൽ അൻതും യൗമഇദിൻ കസീർ. ഇന്നത്തെ അപേക്ഷിച്ച് അന്ന് നിങ്ങൾ കൂടുതൽ പേരുണ്ട്. ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗം തന്നെ നിങ്ങളായി മാറും. അങ്ങനെ ഒരു കാലമാണ്. പക്ഷെ വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, ഒലിച്ചു ഒഴുകി വരുന്ന വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന കുളച്ചണ്ടി പോലെ നിങ്ങളിങ്ങനെ ഗ്രിപ്പ് കിട്ടാതെ ഒഴുകിപ്പോകുന്നവരെ നിലപാടുകളില്ലാത്തവരായി മാറും. അല്ലാഹു തആല നിങ്ങളോടൊരു ബഹുമാനം മറ്റു സമൂഹങ്ങളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾ മാറ്റും. അതുപോലെ തന്നെ നിങ്ങളോടൊരു ബഹുമാനമുണ്ടായത് മറ്റുള്ളവരിൽ നിന്നും അങ്ങ് മാറ്റും. നമ്മൾ ഇന്ന് കാണുന്ന കാലമാണിത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹൻ എന്ന് പറയുന്ന ഒരു രോഗവും ഇട്ടുതരും. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബിയെ, വഹൻ എന്ന് പറയുന്ന ഒരു രോഗം ആദ്യമായിട്ട് കേൾക്കുന്ന, എന്താണ് ഞങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുതരുന്ന വഹന് എന്ന് പറയുന്ന രോഗം? അത് രണ്ട് കാര്യങ്ങളെയായി വഹന് എന്ന് പറയാ. ഒന്ന് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്ത്, രണ്ട് വ കറാഹിയത്തുൽ മൗത്ത്. ഒന്ന് ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം, ആഖിറല്ല മനസ്സിൽ, ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹവും മരണത്തോടുള്ള വെറുപ്പും. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടോ? ഇന്ന് തന്നെയാണ്, ഇന്നത്തെ സമൂഹത്തിൽ ഇത് തന്നെയാണ്, എന്നിലും നിങ്ങളിലും ഒക്കെ ഇത് തന്നെയാണ്. നമ്മെ മറ്റുള്ളവർ വകവെക്കാത്തൊരു കാലത്തേക്ക് നമ്മൾ മാറിയത്
ഈ ഒരു അടയാളത്തെ സൂക്ഷിച്ചോ, നമ്മൾ ഈ അടയാളം മനസ്സിലാക്കി വെച്ചോ, ഈ ഒരു കാരണം കൊണ്ടാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറം എന്ന ചിന്ത ഉള്ളിൽ വേണം, അള്ളാഹുവോട് ചോദിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അതിലേക്ക് നമ്മൾ ഇറങ്ങണം. ആയുസ് കുറവ, എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം. അതുകൊണ്ട് അതിലേക്ക് ലയിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു ജനാസ അനുഗമനത്തിൽ പങ്കെടുക്കാം. അപ്പോഴുണ്ട് അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയോട് കൂടെയുള്ള ആള് ചോദിക്കുന്നുണ്ട്, അഹ്മദ് സമർഖന്ദി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, ആരാണ് അബൂദർദാ ഈ ജനാസ? അപ്പൊ അബൂദർദാ പറഞ്ഞു, അത് നീയാണ് ആ ജനാസ. നീ നിനക്കത് പറഞ്ഞതിൽ വിഷമം ഉണ്ട് എങ്കിൽ നിനക്ക് ഈ പറഞ്ഞതിൽ വിഷമമുണ്ടെങ്കിൽ ആ ജനാസ നീയാണ്. നിനക്കതിൽ വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ ഫാന, ആ ജനാസ ഞാനാണ്, ആ ജനാസ ഞാനാണ്. എന്താണെന്നറിയോ ഞാൻ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. സൂറത്ത് സുമറിന്റെ ആയത്താണിത്. അള്ളാഹുവിന്റെ ഹബീബിനോടാ പറഞ്ഞത്, അങ്ങും മയ്യിത്താണ് അവരും മയ്യിത്താണ് എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പുള്ളവരാണ്. അതുകൊണ്ട് ആ പോകുന്ന ജനാസ നീയാണ്. നിനക്കതിൽ വിഷമമുണ്ടോ? എങ്കിൽ ഞാനാണ് പോകുന്നത്. ചിന്തിക്കേണ്ട ഒരു വാക്കല്ലേ, ഓരോ ജനാസയും നമ്മളാണ്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും തന്നെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അവന്റെ മാർഗത്തിൽ ആഫിയത്തും ദീർഘായുസ്സും തന്നെ അനുഗ്രഹിക്കട്ടെ. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു ഖബർസ്ഥാനിൽ നോക്കിയപ്പോ ഒരു മൂപ്പലാൻ അവിടെ നിന്നുകൊണ്ട്, ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാം. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ഖബർസ്ഥാനിൽ നിന്നും ഒരാൾ ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, ഹാദാ മുനാഫിഖ്, അത് മുനാഫിഖാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. എന്തുകൊണ്ട്? അൽ മൗതു ബൈന ഐനൈഹി വഹുവ യസ്തഹി ത്വആം, കൺമുന്നില് മരണമാണ്, കൺമുന്നില് മരണമാണ്. സ്വന്തം മരണത്തെ ഓർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഒരു ഖബർസ്ഥാൻ. എന്നിട്ടും അവൻ ഭക്ഷണം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹയില്ല, അവൻ മുനാഫിഖിന്റെ അടയാളമാണ് കാണിക്കുന്നത് എന്ന് മഹാനായ ഹസൻ ബസ്രി. ആരാ ഹസൻ ബസ്രി? മഹാനവറുകളെ കുറിച്ച് പറയാറുണ്ട്, അന്നൽ ഹസന മാ റആ മയ്യിതൻ ഇല്ലാ കഅന്നഹു റജഅ മിൻ ദഫനിഹി ഉമ്മഹു മിൻ ദഫനി ഉമ്മിഹി. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഒരു മയ്യിത്ത് പരിപാലനത്തിന് പോയാൽ, അല്ലെങ്കിൽ ഒരു മരിച്ചോടത്ത് പോയാൽ തിരിച്ചു വരുമ്പോൾ മഹാനവറുകൾക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണമല്ലെങ്കിൽ പോലും ഹസൻ ബസ്രിയുടെ മുഖം വാടിയിട്ടുണ്ടാകും. എത്ര വാടിയിട്ടുണ്ടെന്നറിയോ? സ്വന്തം ഉമ്മാന്റെ മയ്യിത്ത് ഖബറിൽ വെച്ച് വരുന്ന സ്നേഹമുള്ള ഒരു മകൻ കരയുന്ന പോലെ, കരഞ്ഞു കലങ്ങിയ കണ്ണുപോലെ വാടിയ മുഖമാണ്. കാരണം ആ മയ്യത്തിൽ മഹാനവറുകൾ കണ്ടത് സ്വന്തം ശരീരത്തെയാണ്. ഞാനാണ് ആ മയ്യത്ത് എന്ന ചിന്ത, ആഖിറം എന്ന ചിന്ത, സ്വന്തം മരണത്തോടെ സമാരംഭം കുറിക്കുന്ന ആഖിറം എന്ന ചിന്തയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനും നേതാവുമായ മഹാനവറുകളെ ചിന്തിപ്പിച്ചത്. അള്ളാഹു നമുക്ക് ഉണരാൻ തൗഫീഖ് നൽകട്ടെ. ആഖിറം എന്ന ചിന്തയിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ദുആ വസിയത്ത് പറഞ്ഞവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഒരുപാട് പേര് പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രോഗങ്ങളുള്ളവരുണ്ട് തമ്പുരാനെ, പല ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. എക്സാമുകൾ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് നീ ഖൈർ നൽകുക അല്ലാ. നല്ല വിജയം കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ജോലി അന്വേഷിക്കുന്നവർക്കും നിലവിലെ ജോലികൾ പ്രയാസമുള്ളതിനോടുകൂടെ മറ്റൊരു ജോലി ആഗ്രഹിക്കുന്നവർക്കും നീ ഖൈറായ ജോലി അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ.
ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് നീ ഖൈർ നൽകുക അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് ഹസ്സലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ബിദ്അത്തിന്റെ ചിന്ത വരത്തല്ല അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ മരണം വരെ അഹ്ലു സുന്നത്ത് വൽ ജമാഅയിൽ കഴിഞ്ഞ് അതിലായി മരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകുക അല്ലാ. ഞങ്ങൾക്ക് നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് തരണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, ലോണിൽ കുടുങ്ങിയവർ, പലിശയിൽപ്പെട്ടവർ കരകയറ്റണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.